ഹായ് ഹലോ എവ്രി വൺ, ഞാൻ അലീന. അങ്ങനെ ഒരുപാട് ആലോചിച്ച് പറയത്തക്ക പ്രത്യേകിച്ച് യാതൊരു കഴിവുകളും ഇല്ലാത്ത ഞാൻ ഒരു സാഹസം കാണിക്കാൻ തീരുമാനിച്ചു ഫ്രണ്ട്സ്. വേറൊന്നുമല്ല, ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു തുർക്കി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവും കേട്ടോ. അങ്ങനെ ലൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. ഇസ്താൻബുൾ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റ് ആയി, അതുകൊണ്ട് തന്നെ അധികം കറങ്ങാനൊന്നും നിന്നില്ല. നേരെ അക്കോമഡേഷനിൽ പോയി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ഇസ്താൻബുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇസ്താൻബുളിൽ കാണാൻ പറ്റിയ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ, ലെറ്റ്സ് എക്സ്പ്ലോർ ഇസ്താൻബുൾ. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗലാട്ട ടവർ ആണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഗലാട്ട ടവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിറയെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ആ റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങും. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വയറൊക്കെ കാലിയായിട്ടാണ് പോയത്. അപ്പോൾ ആ ഗലാട്ട ടവറിൻ്റെ മേലെ നമുക്ക് കയറാൻ പറ്റും. അതിനൊരു 30 യൂറോ ആണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ അതിൽ കയറുമ്പോൾ ഇസ്താൻബുളിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളത് ട്രൈ ചെയ്തില്ല. നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അത് വിനായ കഫേയാണ്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്, അത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയത്. ഇത് ഈ കഫേന്ന് തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത്. ഇവർക്ക് ഇതിൻ്റെ തന്നെ 2 ബ്രാൻഡ്സ് ഉണ്ട്. ഈ കേക്കിൻ്റെ റിവ്യൂ അതിപ്പം തന്നെ പറയാം. ഒരു രക്ഷയില്ല കേട്ടോ, ഹൈപ്പ് പോലെ തന്നെയാണ്. എനിക്ക് ഫസ്റ്റ് സ്പൂൺ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ എന്നുള്ളൊരു ഫീലേ തോന്നുള്ളൂ. പിന്നെയും കഴിക്കുന്നവരും പിന്നെയും കുറച്ചുകൂടി കഴിക്കാനുള്ളൊരു ഫീലാണ് എനിക്കുണ്ടായത്. ഈ ഒരു ട്രിപ്പിൽ വീണ്ടും ഓർഡർ ചെയ്ത് കഴിക്കാൻ തന്നെ ഒരു സാധ്യതയാണ്. ഞാൻ കഴിക്കുന്ന എനിക്ക് അത്രയ്ക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അക്കാന്നുകൊണ്ടാണോ അറിയില്ല, ഞാൻ വായ വല്ലാണ്ട് തുറന്നു, ക്യാമറയുടെ കാര്യം ഞങ്ങൾ മറന്നു. അപ്പോൾ കൊതികൊണ്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ഒരുപാടായി പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയോ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടാണ് വന്നത്. മധുരമായതുകൊണ്ട് എല്ലാവരും വല്ലാണ്ട് മട്ടി പോയിരുന്നു കേട്ടോ. സെറാപ്പിനെ കണ്ടോ, സെറാപ്പൊക്കെ മട്ടിയ പോലെ ഇങ്ങനെ മത്ത് പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടോ. സോ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ബസാറാണ്. നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല ചീപ്പായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടും കേട്ടോ. ഒരുപാട് നല്ല വില കൂടിയ ബ്രാൻഡുകൾ, വലിയ ബ്രാൻഡുകൾ, നൈക്കി, അഡിഡാസ് ഒക്കെ പോലത്തുള്ള വലിയ ബ്രാൻഡുകളുടെ നല്ല കിടിലൻ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ പറ്റിയ സ്ഥലമാണിത്. അത്രയ്ക്കധികം ഫിനിഷിങ്ങിലാണ് ഇവർ ആ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഫസ്റ്റ് എൻട്രി ചെയ്ത് ആദ്യം തന്നെ കാണുന്ന കുറച്ച് കടകളിലേക്ക് കയറാതെ കുറേ കൂടി ഉള്ളിലോട്ട് നടന്നു കഴിയുമ്പോൾ നല്ല നല്ല കടകൾ പിന്നെയും വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ബാർഗെയിൻ ചെയ്യാനും അതുപോലെ കൂടുതൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കാണുകയും ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കാം കേട്ടോ. കാരണം ചില ആൾക്കാരൊക്കെ ഭയങ്കര നൈസായിരിക്കും, ചില ആൾക്കാർ കുറച്ച് റൂഡായിരിക്കും. മാർക്കറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓഫ്കോഴ്സ് നമ്മൾ വേറൊരു രാജ്യത്താണ്, അതുകൊണ്ട് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ വരാം. ഞങ്ങൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം ഫേസ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഗ്രാൻഡ് ബസാറിൻ്റെ ഉള്ളിലുള്ള സ്പൈസസ് ബസാറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ എൻട്രൻസിൽ ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ടൈപ്പ് സ്പൈസസ്, അതുപോലെ തന്നെ പല വെറൈറ്റി ടൈപ്പ് ടീ, റോസ് ടീ, ആപ്പിൾ ടീ, അങ്ങനെ പല ടൈപ്പ് ടീ, അതേപോലെ ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് സാഫ്രോൺ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടത്. ഇത് കണ്ടോ, അവരവരുടെ സ്പൈസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണുണ്ടോ, നല്ല രസമല്ലേ. പിന്നെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ടിപ്പ് നമ്പർ 3, നിങ്ങൾ ലിറ ക്യാഷ് ആയിട്ട് കയ്യിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാർഗെയിൻ ചെയ്ത് അവർ ഡിസ്കൗണ്ട് തരുവാണെങ്കിൽ ആ ഡിസ്കൗണ്ട് പ്രൈസ് കൊടുക്കണമെങ്കിൽ അവർ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല, ക്യാഷ് ആയിരിക്കും എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക. അതും കൂടുതൽ അവർ ലിറയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. പിന്നെ സ്വീറ്റ്സും ഇവിടെ തന്നെയാണ് കേട്ടോ, സ്പൈസസ് ബസാറിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സ്വീറ്റ്സും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബക്കലാവ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ, നല്ല രസമല്ലേ. ആ മാർക്കറ്റിൽ നിന്ന് പുറത്ത് വന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്ന ആ ഫോട്ടോയിൽ. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങളുടെ കുറേ ഫോട്ടോ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു സീസൈഡ് ആയതുകൊണ്ടായിരുന്നു, അവിടെ ഒത്തിരി സീകളുണ്ടായിരുന്നു കേട്ടോ. ആ സീകളിന് കുറേ ആൾക്കാർ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് അവിടെ നിന്ന് കിട്ടി. അവിടെ ഞങ്ങൾ നേരെ പോയത് ടെക്സിം സ്ക്വയറിലേക്കാണ്. ടെക്സിം സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പ്ലാൻ ചെയ്തു. കാരണം അത് നമ്മുടെ ഇസ്താൻബുളിൻ്റെ തന്നെ ഒരു ഫുഡ് ഹബ് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് അടിക്കാം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ടെക്സിം സ്ക്വയറിലേക്കാണ് പോയത്. സോ ടിപ്പ് നമ്പർ 4, നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഊബർ ആയിരുന്നു. കാരണം അവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മുന്നേ പോയിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് അനുഭവം പറഞ്ഞിരുന്നു. ടാക്സിക്കാരൊക്കെ ഇങ്ങനെ കുറേ പൈസ വാങ്ങും, ഒരുപാട് പൈസ കയറ്റി പറയും, അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ കുറേ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചത് ഊബറാണ് ഇസ്താൻബുളിൽ.
ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ നോക്കാവേ. ഇതാണ് ടക്സിം സ്ക്വയർ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടക്സിം സ്ക്വയർ. അത് ഇവിടെ നൈറ്റ് ലൈഫാണ് അടിപൊളി എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിന് ചുറ്റും കുറേ മോസ്കുകളൊക്കെ കാണാം. ആ മോസ്കിൻ്റെ അടുത്ത് താഴെയായിട്ട് കാണുന്നതാണ് അവിടുത്തെ ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒരുപാട് വീഡിയോകളിലും ഫോട്ടോസിലും കണ്ടിട്ടുള്ള റെഡ് ട്രെയിൻ. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബ്ലൂ മോസ്ക് ആയിരുന്നേ. ഇതാണ് ബ്ലൂ മോസ്ക്. സോ ഇവിടെ എൻട്രി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ തലയിൽ സ്കാർഫ് ഇടണം നിർബന്ധമാണ്. നമ്മൾ ഷൂ നമ്മുടെ എന്താണ് നമ്മൾ സ്ലിപ്പേഴ്സ് എല്ലാം ഊരി അവിടെ ഒരു സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം കയറാനൊക്കെ നിർബന്ധമാണ് കേട്ടോ. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ടുള്ളൊരു കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ വിളിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്താനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് അങ്ങ് നടക്കേണ്ടി വന്നായിരുന്നു. 10 മിനിറ്റ് നടന്നിട്ടാണ് വന്നത്. വന്നിട്ട് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് റിഗ്രറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അതിനെ മാത്രം അവിടെ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതുപോലത്തെ ഇതേ രീതിയിലുള്ള മോസ്കുകൾ നമുക്ക് ചുറ്റും ഇസ്താംബുൾ ഫുള്ളും നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. ബ്ലൂ മോസ്കിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹാജിയ സോഫിയ ഉള്ളത്. അവിടെ കയറാനായിട്ട് ഒരാൾക്ക് 50 euro ആണുള്ളത്. 50 euro വർത്താണെന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ആയിരുന്നേ. ഇതിന് ഒരുപാട് ഹിസ്റ്ററി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് ഒരു കത്തീഡ്രലായിരുന്നു, ഇപ്പോൾ അത് മോസ്കായിട്ട് കൺവേർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അതിൻ്റെ ആർക്കിടെക്ചറാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇസ്താൻബുളിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റിയാണിത്, ബോട്ട് ട്രിപ്പ്. ഇത് പല പാക്കേജ് ഉണ്ട്. 6 hours ഉണ്ട്, അതുപോലെ ഷോർട്ടായിട്ടുള്ള 2 hours ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ 2 hours നമുക്ക് ഓക്കെയാണ്, ആവശ്യത്തിന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജ് എടുക്കാനാണ്. അതിന് അറൗണ്ട് 55 to 60 euro ആണ് ഒരാൾക്ക് വരുന്നത്. അതിലവരുടെ ഒരുപാട് പരിപാടികളും അതുപോലെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് 55 euroക്ക് വെർത്താണോ എന്ന് ചോദിച്ചാലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒപ്പീനിയൻ. പിന്നെ ഈ റേറ്റ് ഡിപ്പെൻസ് ആണ് കേട്ടോ. അത് ടൈമിനനുസരിച്ച് മാറും, ഏജൻസികളനുസരിച്ച് മാറും. പല ഏജൻസികൾ അവിടെയുണ്ട്. പിന്നെ നമുക്ക് ഓൺലൈൻ എടുക്കണമെങ്കിൽ ഓൺലൈൻ എടുക്കാം, ഡയറക്റ്റ് എടുക്കാം. നമ്മൾ ഓൺലൈനാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റി ഉള്ളത് ഫോട്ടോഷൂട്ടാണ്. നിങ്ങൾക്കത് അറിയാവുന്നതാണ്. ഗലാട്ട ടവറിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് റൂഫ് ടോപ്പിൽ. നമ്മളവിടെ ചെയ്തില്ല, കാരണം നമ്മളത് കപ്പഡോക്കിയയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ റേറ്റ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. റേറ്റ് എൻക്വയറി ചെയ്തപ്പോൾ 120 എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇത് 200 ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്കറിയാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഡിപ്പെൻസ് ആണ്. ടൈം മാറുന്നതനുസരിച്ച് റേറ്റൊക്കെ മാറി വരും കേട്ടോ. നമ്മുടെ സേറാ ബോട്ട് ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ബോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ട്രിപ്പുകളിലും നമ്മളൊരു ബോട്ട് ട്രിപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. സോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇസ്താൻബുളിനോട് ബൈ പറയാണ്. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കപ്പഡോക്കിയാണ്. നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ആർക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. സോ കപ്പഡോക്കിയിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ്, മെയിനായിട്ട് ആക്ടിവിറ്റീസ് ആണ്. അതേപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഈ മെൻഷൻ ചെയ്യുന്നത്. നമ്മുടെ എയർപോർട്ടിൽ നിന്നുള്ള പിക്കപ്പ് എവിടെയാണോ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പുറകെ പറയുന്നതായിരിക്കും കേട്ടോ. കപ്പഡോക്കിയയിൽ വന്നിട്ട് അധികം റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ ഒരു ഗ്രീൻ ടൂർ ചെയ്തു. ഗ്രീൻ ടൂർ എന്ന് പറയുമ്പോൾ കുറേ സ്ഥലങ്ങൾ അവർ തന്നെ പിക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പിക്കപ്പ് ഇൻക്ലൂഡഡ് ആണ്, ഡ്രോപ്പ് ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് ഒരാൾക്ക് 55 euro ആണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കത് വർത്താന്ന് തോന്നുമെങ്കിലും വರ್ತല്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവരൊരു 5 or 6 സ്ഥലങ്ങൾ നമ്മളെ കാണിച്ചതിൽ എനിക്ക് അതിനകത്തൊരു 2 സ്ഥലം മാത്രമാണ് ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഭയങ്കര റിപ്പീറ്റേറ്റീവായിട്ട് തോന്നി. എനിക്ക് പല ചെറുതായിട്ട് ബോറടിക്കാനും ഉറക്കം വരാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട് സിറ്റി എന്ന് പറയുന്നത്. അത് ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നു. അപ്പോൾ അതേ രീതിയിൽ ഇവരെല്ലാം പ്രിസർവ് ചെയ്തിരിക്കുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതുപോലത്തുള്ള ഒരുപാട് സിറ്റികൾ നമുക്ക് കപ്പഡോക്കിയയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ അവരുടെ ഒതൻറ്റിക് ആയിട്ടൊരു പ്ലേറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കാണിച്ചു. അതും നല്ലതായിരുന്നു. ബാക്കി എല്ലാ സ്ഥലവും ഒക്കെ ഇങ്ങനെ വീണ്ടും നമ്മൾ കണ്ടതന്നെ വീണ്ടും കാണും പോലെ തോന്നി. എനിക്ക് തോന്നി നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ട് ഊബറോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് ആ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാത്രം പോകുന്നതായിരിക്കും കുറച്ചുകൂടെയും ടൈമും പൈസയൊക്കെ സേവ് ചെയ്യാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. ആ ഒതൻറ്റിക് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഇതാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ പ്ലേറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കടയിൽ കാണുമ്പോൾ ഇതൊരു വരയ്ക്കുന്നതായിരിക്കും. അവർ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കേട്ടോ, മൈന്യൂട്ടായിട്ടുള്ള വർക്കാണ്. അവരത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അതേപോലെ ഇങ്ങനത്തെ പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് അവർ കാണിച്ചു. അതേ നമുക്കത് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ആപ്പിൾ ടീയും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു ആപ്പിൾ ടീ നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളായിരുന്നു പിന്നെയും കണ്ടുകൊണ്ടിരുന്നത്. അവസാനമായപ്പോഴത്തേക്കും ഫുള്ളായിട്ട് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഫീൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ.
പിന്നെ അന്ന് ഉച്ചയ്ക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് അന്ന് വൈകുന്നേരം നമ്മൾ ഹോഴ്സ് റൈഡിനാണ് കേട്ടോ പോയത്. ഹോഴ്സ് റൈഡിന് ഒരാൾക്ക് 35 യൂറോ ആണ് വരുന്നത്. അത് ഞാൻ ശരിക്കും വിചാരിച്ചത് ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രദേശത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാരവായിട്ടുള്ള പാസേജുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ ആയി. പിന്നെ എനിക്ക് സപ്പോർട്ടിനൊരു ആളുണ്ടായിരുന്നു കൂടെ. കാരണം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൽ സെറാപ്പും ഉണ്ടായിരുന്നതുകൊണ്ട്, കുഞ്ഞുള്ളതുകൊണ്ട് അവർക്ക് എടുക്കണമായതുകൊണ്ട് ഒരു സപ്പോർട്ടർ കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഓണായിട്ട് സ്വന്തമായിട്ട് കുതിരന്ന് റൈഡിങ്ങാണ് ചെയ്തത്. ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ തിരിച്ചുള്ള വരവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അന്ന് വൈകുന്നേരം നമ്മുടെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചാൽ നമുക്ക് ഊരിൻ്റെ അടുത്ത് തോന്നി നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യുമെന്ന് തോന്നിയിട്ടുള്ള ഫുഡുകളൊക്കെ താഴെ മെൻഷൻ ചെയ്യാതെ. ഈ കാണുന്നത് ഇതിൻ്റെ കാണാനുള്ള ഭംഗിയുള്ളൂ കേട്ടോ. ഇത് ബീഫ് കാസറോളാണ്. ഐറ്റത്തിൻ്റെ പേര് ബീഫ് കാസറോളാണ്. നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ കാസറോളായിരുന്നു. ഓക്കെ, പക്ഷേ അതത്ര ഓക്കെ ആയിരുന്നു. പക്ഷേ കുറേ നല്ല ഐറ്റംസ് ഉണ്ട്. ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം കേട്ടോ. സോ ഈ വേൾ ട്രിപ്പിൻ്റെ ഡ്രീം മൊമെൻ്റാണിത്. എൻ്റെ ഡ്രീം മൊമെൻ്റാണ്. രാവിലെ 3 മണിക്കാണ് എണീറ്റത്. 3 മണിക്ക് എണീറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു. കപ്പഡോക്കിയയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇസ്താൻബുളിൽ തണുപ്പുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് എനിക്ക് തീരെ കംഫർട്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്രസ്സിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാനതൊരു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളൊരു ടിപ്പാണ്, നിങ്ങൾ ആ ഒരു ഫോട്ടോഷൂട്ട് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏജൻസി നല്ല ഏജൻസിയാണ് ബുക്ക് ചെയ്യുന്നത് കൺഫേം ചെയ്തിട്ടെടുക്കുന്നത് നല്ലതായിരിക്കും. സോ ആ ഡേ മോർണിംഗ് തന്നെയുള്ള അടുത്ത ആക്ടിവിറ്റിയാണ് ATV റൈഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ രണ്ടുപേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 55 പൗണ്ടാണ്, അല്ല 55 യൂറോ ആണ് ഒരു കപ്പിളിനെന്ന് പറയുന്നത്. കാരണം സെറാപ്പു ഇതിനകത്ത് അലൗഡല്ല. കുഞ്ഞായതുകൊണ്ട് 2 വയസ്സിൽ അവൾക്ക് 2 വയസ്സുള്ളതുകൊണ്ട് അവൾ അലൗഡല്ല. ഈ സെയിം ടൈമിൽ അവൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോഴ്സ് റൈഡിന് പോയി. അപ്പോൾ നമ്മൾ ഹോഴ്സ് റൈഡ് ചെയ്ത സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ATV റൈഡാണ് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ സെറാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ പ്ലാൻ ചെയ്തതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതും ഈ ATV റൈഡും പോകുന്നത് ഒരു ടോപ്പ് വ്യൂയിലേക്കാണ്. പിന്നെ ഇത് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഒരു തുണി സ്ക്രാഫ് എന്തെങ്കിലും കയ്യിൽ കരുതണം കേട്ടോ. നന്നായിട്ട് ഫേസ് കവർ ചെയ്യണം. നല്ല രീതിയിൽ പൊടിയാവും. ഈവൻ ഞാൻ ഫേസ് കവർ ചെയ്തിട്ട് പോലും എൻ്റെ വായുടെ ഉള്ളിലൊക്കെ പൊടി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ ഇപ്പം ഈ വീഡിയോയിൽ അധികം കാണാൻ പറ്റുന്നില്ല. എൻ്റെ ബ്ലാക്ക് ഉടുപ്പൊക്കെ ഒരു ചെറിയ എന്താ പറയുക വൈറ്റ് ഷെയ്ഡ് കയറിയ പോലെയായിരുന്നു. അത്രയും നല്ലോണം പൊടി നന്നായിട്ട് കവറാവും. നമ്മുടെ മേലൊക്കെ അപ്പടി പൊടിയായിരിക്കും. നമ്മൾ നല്ല കറക്റ്റ് സമയത്താണ് കേട്ടോ ചെന്നത്, സൺസെറ്റിൻ്റെ ആ സമയം. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കിട്ടി കേട്ടോ. നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ മൊത്തം തുർക്കി എന്ന് പറയുന്നത് ഭയങ്കര കാറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതായത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കാറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും പൂച്ചകളെ കാണാൻ പറ്റും. നമ്മുടെ സെറാപ്പിന് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അതാണ് അവൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യം അതാണ്.